കേരളത്തെ ആകെ നടുക്കിക്കൊണ്ട് വയനാട് കള്ളാടിയിൽ കനത്ത മഴയ്ക്കിടെ തുരങ്കപാതയുടെ പദ്ധതി പ്രദേശത്തിന് സമീപം വൻ മണ്ണിടിച്ചിലിൽ ഒട്ടനവധി കുടുംബങ്ങളുടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും തകർത്തുകൊണ്ട് 5 വിലപ്പെട്ട ജീവനുകൾ ദുരന്തത്തിൽ പൊലിഞ്ഞിരിക്കുന്നു. ആനക്കയം തുരങ്കപാതയ്ക്കായി നിർമ്മിച്ച ഭീമാകാരമായ കോൺക്രീറ്റ് ഭിത്തി കനത്ത മഴയിലും കുത്തിയൊലിച്ചുവെന്ന് മണ്ണിലും പൂർണ്ണമായും തകർന്നു തരിപ്പണമായി. മണ്ണിനടിയിൽ വലിയ തോതിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുകയാണെന്ന ആശങ്ക നിലനിൽക്കുന്നതിനിടെ രക്ഷപ്പെടുത്തിയ 9 പേരെ ഗുരുതരമായ പരിക്കുകളോടെ വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനിയും 7ഓളം പേരെ പ്രദേശത്തു നിന്നും കാണാനില്ലെന്നാണ് ഔദ്യോഗിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇവർ തകർന്നടിഞ്ഞ മണ്ണിനും കോൺക്രീറ്റ് അവശിഷ്ടങ്ങൾക്കും അടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയിക്കുന്നത്. പ്രദേശത്ത് അതിശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിലും അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് ജീവൻ മരണ പോരാട്ടം എന്ന വണ്ണം രക്ഷാപ്രവർത്തനം തുടർന്നു വരികയാണ്. കഴിഞ്ഞ ദിവസം മുതൽ അതിതീവ്രമായ മഴയാണ് വയനാട് ജില്ലയിൽ ആകെ രേഖപ്പെടുത്തുന്നത്. പ്രതികൂല കാലാവസ്ഥയും നിലയ്ക്കാത്ത മഴയും രക്ഷാദൌത്യത്തിന് വലിയ രീതിയിൽ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ കോഴിക്കോട്, വയനാട് ജില്ലകളിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത നാശനഷ്ട സാധ്യത കണക്കിലെടുത്ത് വയനാട്ടിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ജില്ലാ കളക്ടർ അവധിയും പ്രഖ്യാപിച്ചു. ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കള്ളാടിയിൽ നിന്നുള്ള കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കേവലം പ്രകൃതിക്ഷോഭം മാത്രമല്ല, നിർമ്മാണ ഏജൻസിയുടെ ഭാഗത്തു നിന്നുണ്ടായ അതിഭീകരമായ അലംഭാവവും നിരുത്തരവാദിത്തപരമായ സമീപനവുമാണ് ഇത്രയും വലിയൊരു ദുരന്തത്തിന് വഴിമരുന്നിട്ടതെന്ന് വ്യക്തമാക്കുന്ന ഔദ്യോഗിക രേഖകൾ പുറത്തു വന്നു കഴിഞ്ഞു. ഒരു നാടിനെയാകെ കണ്ണീരിലാഴ്ത്തി ഈ ദാരുണമായ മണ്ണിടിച്ചിൽ ദുരന്തത്തിന് പിന്നിൽ അധികൃതരുടെ കൊടുമനാസ്ഥയാണെന്ന് തെളിയിക്കുന്നതാണ് ഈ രേഖകൾ. ആനക്കയം തുരങ്കപാത നിർമ്മാണത്തിന്റെ ഭാഗമായി കള്ളാടിയിൽ ഭീമാകാരമായ രീതിയിൽ മണ്ണ് കൂട്ടിയിട്ടിരുന്നു. കാലവർഷം കനക്കുന്ന സാഹചര്യത്തിൽ ഈ മൺകൂനകൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും വൻ ഭീഷണിയാണെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് കഴിഞ്ഞ മാസം 20-ാം തീയതി തന്നെ ജില്ലാ കളക്ടർ നിർമ്മാണ കമ്പനിക്ക് കർശനമായ നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. എന്നാൽ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഈ അതീവ ഗുരുതരമായ മുന്നറിയിപ്പും നിർദ്ദേശങ്ങളും നിർമ്മാണ ഏജൻസിയായ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ പൂർണ്ണമായും അവഗണിച്ചു. ഈ കുറ്റകരമായ അനാസ്ഥയാണ് ഒടുവിൽ ഈ പ്രദേശത്തെ ആകെ വിഴുങ്ങിയ വൻ ദുരന്തത്തിൽ കലാശിച്ചത്. ജൂൺ 20-ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ കളക്ടർ കൊങ്കൺ റെയിൽവേക്ക് നൽകിയ ഒഫീഷ്യൽ കത്തിൽ കള്ളാടിയിലെ അപകട സാധ്യതകളെക്കുറിച്ച് കൃത്യമായി അക്കമിട്ട് നിരത്തി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കനത്ത മഴ പെയ്യുമ്പോൾ ഈ കൂറ്റൻ മൺകൂനകളിൽ നിന്നും വൻതോതിൽ മണ്ണിടിച്ചിലും മണ്ണൊലിപ്പും ഉണ്ടാകുമെന്നും ചെളിയൊഴുക്ക് സമീപവാസികളുടെ ജീവന് തന്നെ വൻ ഭീഷണിയാകുമെന്നും കളക്ടറുടെ കത്തിലുണ്ട്. മാത്രമല്ല, ഈ മണ്ണ് ഒലിച്ചിറങ്ങി മീനാക്ഷി പുഴയിലും മറ്റ് പ്രാദേശിക ജലസ്രോതസ്സുകളിലും പതിച്ച് വൻ പരിസ്ഥിതി നാശം ഉണ്ടാകുമെന്നും കളക്ടർ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ദുരന്തം വരാതിരിക്കാൻ കളക്ടർ ഉത്തരവിൽ അടിയന്തരമായി നടപ്പിലാക്കേണ്ട പ്രധാന കാര്യങ്ങളും നിർദ്ദേശിച്ചു. മണ്ണിന്റെ അളവും അപകട സാധ്യതയും അടിയന്തരമായി വിലയിരുത്തി സുരക്ഷ ഉറപ്പാക്കണമെന്നും ജനങ്ങളുടെ ജീവന് ഭീഷണിയായ മണ്ണ് അടിയന്തരമായി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി നീക്കം ചെയ്യണമെന്നും കളക്ടർ ആവശ്യപ്പെട്ടിരുന്നു. മണ്ണ് മാറ്റുന്നതുവരെ താൽക്കാലികമായ റീറ്റെയിനിങ് ഭിത്തികൾ, ടാർപോളിൻ അല്ലെങ്കിൽ ജിയോ ടെക്സ്റ്റൈൽ ആവരണങ്ങൾ എന്നിവ സ്ഥാപിക്കാനും കൃത്യമായ ഡ്രെയിനേജ് സംവിധാനം ഒരുക്കാനും നിർദ്ദേശിച്ചു. കൂടാതെ മണ്ണ് ഒലിച്ചിറങ്ങി മീനാക്ഷി പുഴയിലേക്ക് പതിക്കാതിരിക്കാൻ ചെക്ക് ബണ്ടുകളും സിൽറ്റ് ട്രാപ്പുകളും അടിയന്തരമായി കെട്ടണമെന്നും ഉത്തരവിലുണ്ടായിരുന്നു. നീക്കം ചെയ്യുന്ന മണ്ണ് യാതൊരു കാരണവശാലും നീർച്ചാലുകളിലോ തോടുകളിലോ പുഴകളിലോ പ്രകൃതിദത്ത ജലമൊഴുക്കുള്ള മറ്റു മേഖലകളിലോ നിക്ഷേപിക്കരുതെന്നും ഉത്തരവിൽ പറഞ്ഞു. പ്രത്യേകിച്ച് 2008-ലെ കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഭൂമിയിൽ മണ്ണ് തള്ളരുതെന്നും പൊതുജന സുരക്ഷയ്ക്ക് ഭീഷണിയില്ലാത്ത സ്ഥലങ്ങളിൽ മാത്രമേ നിക്ഷേപിക്കാവെന്നും കർശന നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ ഈ നിർദ്ദേശങ്ങൾ അത് പേപ്പറിൽ മാത്രം ഒതുങ്ങി. കമ്പനി അത് പരിഗണിച്ചില്ല. കമ്പനി അത് പരിഗണിക്കുന്നുണ്ടോ എന്ന് തുടർച്ചയായി നോക്കുവാനും സ്ഥിതിഗതികൾ വിലയിരുത്തുവാനും അധികൃതരും തയ്യാറായില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും വയനാട്ടിലെ ദുരന്തത്തിൽ 5 ജീവനുകൾ പൊലിഞ്ഞിരിക്കുന്നു.